السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുസ്ലിം അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട വിശ്വാസകാര്യങ്ങൾ പഠിക്കാൻ നാം വായിക്കുന്ന കിതാബ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫളഹുല്ല എഴുതിയിട്ടുള്ള അഖീദത്തു തൗഹീദ് എന്ന കിതാബാണ്. അതിലോരോ ബാബുകളായി തിരിച്ചിട്ടുള്ളതിൽ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ബാബിലെ നാലാമത്തെ ഫസ്ല്, അൽ ഫസ്ലു റാബിയ, നാലാമത്തെ ഫസ്ലാണ് വായിക്കുന്നത്. അപ്പോൾ എന്താണ് റുബൂബിയത്ത്, റുബൂബിയത്തിൻ്റെ ആശയം എന്താണ്, അതിൽ പിഴച്ച ആളുകൾ ആരൊക്കെയാണ്, ഈ ആകാശഭൂമികളെല്ലാം അള്ളാഹു, അതിലുള്ള സൃഷ്ടികളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു നിലയ്ക്ക് കീഴൊതുങ്ങിയിട്ടുണ്ട് എന്നീ കാര്യങ്ങളെല്ലാമാണ് കഴിഞ്ഞ ഫസ്ലുകളിലായിട്ട് പറഞ്ഞത്. ഇനി അൽ ഫസ്ലു റാബിയ, നാലാമത്തെ ഫസ്ൽ പറയുന്നത് ഫി ബയാനി മൻഹജിൽ ഖുർആനി ഫി ഇസ്ബാത്തി വുജൂദിൽ ഖാലിഖി വ വഹ്ദാനിയതിഹി. ഫി ബയാനി മൻഹജിൽ ഖുർആനി ഫി ഇസ്ബാത്തി വുജൂദിൽ ഖാലിഖി വഹ്ദാനിയതിഹി. ഇതിൽ വിശദീകരിക്കുന്നത് ഖുർആനിൻ്റെ രീതി ഏത് വിഷയത്തിൽ, ഫി ഇസ്ബാത്തി വുജൂദിൽ ഖാലിഖ്, സൃഷ്ടാവുണ്ട് എന്നുള്ളതിനെ സ്ഥിരപ്പെടുത്തുന്നതിലും വഹ്ദാനിയതിഹി, അവൻ ഏകനാണ് എന്നുള്ളതിനെ സ്ഥിരപ്പെടുത്തുന്നതിലും. അഥവാ ഈ ആകാശഭൂമികൾക്കും അതുപോലെ തന്നെ മനുഷ്യരാവട്ടെ, പക്ഷികളാവട്ടെ, ജന്തുജീവജാലങ്ങളാവട്ടെ, അങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതും അത് ഏകനായ സൃഷ്ടാവാണ്, ഒരാളാണ് എന്നുള്ളതും സ്ഥിരപ്പെടുത്തുന്ന രീതി ഖുർആൻ എങ്ങനെയാണ് അത് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്, എങ്ങനെയാണ് അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ഈ ഒരു ഫസ്ലിൽ പറയുന്നത്. കഴിഞ്ഞ ഫസ്ലെല്ലാം പറഞ്ഞതുപോലെ ഉലൂഹിയത്തിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ, അവരാ ഷിർക്കിൽ പങ്കു ചേർക്കുന്ന അവരുടെ ഇലാഹ ആരാണോ, അവരാരെയാണോ ആരാധിക്കുന്നത്, അതിന് റുബൂബിയത്തിൻ്റെ ഒരു പങ്ക് അവർ സങ്കല്പിച്ചതുകൊണ്ട് മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, ഉലൂഹിയത്തിൽ ഷിർക്ക് ചെയ്യുന്നത്. അവിടെയാണ് റുബൂബിയത്ത് മനസ്സിലാക്കേണ്ടതിൻ്റെയും അതിലുള്ള വിശ്വാസം ദൃഢപ്പെടുന്നതിൻ്റെയും ഉപകാരം നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വിശദമായിട്ട് ഷെയ്ഖ് എഴുതിയിട്ടുള്ളത്. ഷെയ്ഖ് പറയുന്നു, മൻഹജുൽ ഖുർആനി ഫി ഇസ്ബാതി വുജൂദിൽ ഖാലിഖി വ വഹ്ദാനിയതിഹി ഹുവൽ മൻഹജുൽ ലദീ യതമശ്ശാ മഅൽ ഫിത്റിൽ മുസ്തഖീമതി. ഖുർആനിൻ്റെ മൻഹജ് ഫി ഇസ്ബാതി വുജൂദിൽ ഖാലിഖ്, സൃഷ്ടാവിനെ സ്ഥിരപ്പെടുത്തുന്നതിലും അതുപോലെ തന്നെ ആ സൃഷ്ടാവ് ഏകനാണ് എന്നുള്ളത് സ്ഥാപിക്കുന്നതിലും ഖുർആനിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഹുവൽ മൻഹജുൽ ലദീ യതമശ്ശാ മഅൽ ഫിത്റിൽ മുസ്തഖീമ, നേരെ ചൊവ്വയുള്ള അഥവാ ഒരു വക്രതയില്ലാത്ത ജനിച്ച ആ ഫിത്രത്തിലുള്ള ഏതൊരാൾക്കും അതിനോട് യോജിച്ച് നിൽക്കുന്ന, എത്തമശ എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അഥവാ ഏതൊരാൾക്കും, ഫിത്രത്തിലുള്ള ഏതൊരാൾക്കും നേരെ ചൊവ്വ ചിന്തിക്കാൻ സാധിക്കുന്ന ആ ഫിത്രത്തിലുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ. വലുഖൂൽ സലീമ, അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടുള്ള ബുദ്ധി, വേറെ വക്രതകളോ പഴച്ച വാദങ്ങളോ ചിന്തകളോ ഒന്നുമില്ലാത്തൊരു ബുദ്ധിക്കും. وذلك بإقامة البراهين الصحيحة التي تقتنع بها العقول وتسلم بها الخصوم. എങ്ങനെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്, ബിഇഖാമത്തിൽ ബറാഹീനി സഹീഹ, സഹീഹായിട്ടുള്ള ശരിയായിട്ടുള്ള തെളിവുകളെ കൊണ്ട്, അല്ലതി തഖ്തനിഉ ബിഹൽ ഉഖൂൽ, അതിൻ്റെ പ്രത്യേകത എന്താണ്, ആ ശരിയായിട്ടുള്ള തെളിവുകൾ ഈ ബുദ്ധികൾക്ക് അഥവാ ചിന്തിക്കുന്നവർക്ക് മതിയായതാണ്, അവർക്കത് മതിയായതാണ്. തുസല്ലിമു ബിഹൽ ഖുസൂമു, വേറൊരു തർക്കത്തിനോ വേറൊരു സംശയത്തിനോ ഒന്നും വകയില്ലാത്ത വിധം സുരക്ഷിതമായിട്ടുള്ളതുമാണ്. വമിൻ ദാലിക, അതിൽപ്പെട്ടതാണ്, അഥവാ ഖുർആൻ ഈ റുബൂബിയത്തിനെ സ്ഥാപിച്ചിട്ടുള്ള രീതികളിൽപ്പെട്ടതാണ്, മിനൽ മഅലൂമി ബിദ്ദറൂറ അന്നൽ ഹാദിസ ലാ ബുദ്ദ ലഹു മിൻ മുഹ്ദിസിൻ, ഒരു സംശയമില്ലാതെ എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള അറിയപ്പെട്ടുള്ള ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ഉണ്ടാക്കിയവനായിട്ടുള്ള ഒരാൾ ഉണ്ടാവണമെന്നുള്ളത്.
മലയാളത്തിൽ പറയുമ്പോഴുള്ള ഒരു കൺഫ്യൂഷനാണ്. അഥവാ ഒരു കാര്യം ഉണ്ട് എങ്കിൽ അതിന് പിന്നിൽ അതിനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം, എന്ത് കാര്യം നടന്നാലും ഷെയ്ഖ് വിശദീകരിക്കുന്നുണ്ട്. ഹാദിഹി ഖദിയ്യത്തുൻ ദറൂരിയത്തുൻ മഅലൂമത്തുൻ ബിൽ ഫിത്രത്തി. ഈ ഒരു കാര്യം അഥവാ എന്തൊരു കാര്യം അവിടെ ഉണ്ട് എന്നെങ്കിലും ഒരു കാര്യം അവിടെ ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ടാകും, അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരാളുണ്ടാകും എന്നുള്ളത് ഫിത്രത്തിയായിട്ട് ഏതൊരാൾക്കും മനസ്സിലാകുന്ന അറിയുന്ന ഒരു കാര്യമാണ്. ഹത്താ ലിസ്ബിയാൻ, ഇനി അതൊരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഫൈന സ്വബിയ, എന്നിട്ട് ഷെയ്ഖ് ഒരു ഉദാഹരണം പറയാണ്. ഒരു കുട്ടി ലൗ ദറബഹു ദാരിബുൻ, ആ കുട്ടിയെ ഒരാൾ അടിച്ചു എന്ന് വിചാരിക്കാം, ഒരടിച്ചു. വഹുവ ഗാഫിലുൻ ലാ യുബ്സിറുഹു, ആ കുട്ടി ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് അടിച്ചത്. ആ കുട്ടി ആരാ അടിച്ചെന്ന് കുട്ടി കണ്ടിട്ടില്ല. കുട്ടീനെ അടിച്ചു, പക്ഷെ കുട്ടി ആരാ അടിച്ചതെന്നും കണ്ടിട്ടില്ല. ലഖാല, അപ്പോൾ ആ കുട്ടി ചോദിച്ചു, മൻ ദറബനി, ആരാണ് എന്നെ അടിച്ചതെന്ന് ചോദിച്ചു. ആരാണ് എന്നെ അടിച്ചത്? ഫലൗ ഖീല ലഹു, ആ കുട്ടിയോട് പറയപ്പെടുകയാണ്, ലം യദ്രിബക അഹദുൻ, നിന്നെ ഒരാളും അടിച്ചിട്ടില്ല എന്ന് ആ കുട്ടീനോട് പറഞ്ഞു കഴിഞ്ഞാൽ, ലം യഖ്ബൽ അഖ്ലുഹു അൻ തകൂന അദ്ദർബതു ഹദസത് മിൻ ഗൈരി മുഹദ്ദിസിൻ, ആ കുട്ടി വരെ മനസ്സിലാക്കുക ഈ അടി കിട്ടിയത് വെറുതെ ഉണ്ടായതാണ് എന്ന്. അതായത് അവിടെ അടി കിട്ടിയിട്ടുണ്ട് കുട്ടിക്ക്, അപ്പോൾ കുട്ടിക്ക് അടി കിട്ടിയത് കുട്ടി അതൊക്കെ അറിയാം. അപ്പോൾ ആരാ അടിച്ചു കഴിച്ചപ്പോൾ ഒരാൾ വന്ന് പറയാണ് ആരും അടിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ ആരും തന്നെ അടിച്ചിട്ടില്ല പറയാണ്. അപ്പോൾ ലം യഖ്ബൽ അഖ്ലുഹു, ആ കുട്ടിയുടെ ബുദ്ധി പോലും എന്താവൂല, അത് അംഗീകരിക്കില്ല. അൻ തകൂന ദർബതു ഹദസത് മിൻ ഗൈരി മുഹ്ദിസിൻ, ഒരാളില്ലാതെ വെറുതെ തന്നെ ഒരടിൻ്റെ മേലെ വന്നുണ്ടായതാണ് എന്ന് ആ കുട്ടിയുടെ ബുദ്ധി പോലും ഉൾക്കൊള്ളില്ല. ഫൈദാ ഖീല, അതേസമയം പറയപ്പെടുകയാണ്, ഫുലാനുൻ ദറബക്, ഇന്ന ആളാണ് നിന്നെ അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബക്കാ ഹത്താ യുദ്റബ ദാരിബുഹു, ചിലപ്പോൾ ആ കുട്ടി കരയും. കുട്ടീനെ അടിച്ച ആളെ തിരിച്ചടിക്കണം, അടിച്ച ആളെ തിരിച്ചടിക്കപ്പെടുന്നത് വരെ കുട്ടി ചിലപ്പോൾ കരയും. വലിഹാദാ ഖാല, അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഖാല തആല സൂറത്ത് തൂറിലെ 35-ാമത്തെ ആയത്ത്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, അവർ അഥവാ മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടതാണോ, മിൻ ഗൈരി ഷൈഇൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന്, അതായത് ഒന്നിൽ നിന്നുമല്ലാതെ വെറുതെ അങ്ങോട്ട് ഉണ്ടായതാണോ അവർ, അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത്. അതായത് മനുഷ്യർ വെറുതെ അങ്ങോട്ട് ഉണ്ടായതാണോ, അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു തആല പറയുന്നത്. ഇനി ആ ഒരു ആയത്തിൻ്റെ രീതിയെ സംബന്ധിച്ച് ഷെയ്ഖ് പറയാണ്, വഹാദാ തഖ്സീമുൻ ഹാസിറുൻ ദക്കറഹു അല്ലാഹു ബിസീഗത്തി ഇസ്തിഫ്ഹാമിൻ ഇൻകാരിൻ, ഭാഷാപരമായിട്ടുള്ള ചില സാങ്കേതിക ഉപയോഗങ്ങളാണ് അത്. ഇൽമുൽ ബലാഗയിലും മആനിയിലും എല്ലാം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് തഖ്സീമുൻ ഹാസിർ എന്ന് പറയുന്നത്. തഖ്സീമുൻ ഹാസിറുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ പറ്റി പറയാമെന്ന് വിചാരിക്കാം. ഒരു കാര്യത്തെ പറ്റി പറയാം, ആ കാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ സാധ്യതകളെയും ഒരുമിച്ച് പറയുന്ന രീതിക്കാണ് തഖ്സീമുൻ ഹാസിർ എന്ന് പറയുക. അതായത് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സാധ്യതകളുണ്ടോ, ഒരാൾക്ക് ചിന്തിച്ചാൽ എന്തെല്ലാം സാധ്യതകളുണ്ടോ അതെല്ലാം ഒരുമിച്ച് പറയുന്ന ഒരു രീതിക്കാണ് തഖ്സീമുൻ ഹാസിർ എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, അത് സംശയമില്ലല്ലോ, മനുഷ്യനുണ്ടല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ അവൻ എന്തായിരിക്കണം, അവൻ തന്നെ ഉണ്ടായതായിരിക്കണം, ഒന്നുമില്ലാതെ ഉണ്ടായതായിരിക്കണം, അല്ലെങ്കിൽ അവൻ തന്നെ അവനെ സൃഷ്ടിച്ചതായിരിക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ സാധ്യത ഉള്ളത്. ഇത് ഒരുമിച്ച് പറയുന്നതിലൂടെ അതേസമയം ദക്കറഹുല്ലാഹു ബിസീഗത്തി ഇസ്തിഫ്ഹാമിൻ ഇൻകാരിയിൻ, അഥവാ ഇത് ചോദ്യത്തിൻ്റെ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും ഇസ്തിഫ്ഹാം ഇൻകാരി എന്ന് ഭാഷയിൽ ഉപയോഗിക്കുന്ന രീതി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതായത് ചോദിക്കുകയാണ്, നീ എന്നേക്കാൾ വലിയവനാണോ, ഒരു ചെറിയ കുട്ടിയോട് ഒരാൾ ചോദിക്കുകയാണ്, നീ എന്നേക്കാൾ വലിയവനാണോ എന്ന് ചോദിക്കുമ്പോൾ അതാണോ അല്ലേന്ന് അറിയാനാണ് ചോദിക്കുന്നത്. അല്ല, അതിൻ്റെ ഉദ്ദേശം എന്താ? അല്ല, നീ എന്നേക്കാൾ വലിയവനല്ല എന്ന് പറയാനാണ്. ആ രീതിക്കാണ് ഇസ്തിഫാം ഇൻകാരി എന്ന് പറയാം. അപ്പോൾ ആ ഇസ്തിഫാം ഇൻകാരി എന്നുള്ള രൂപത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തഖ്സീമുൻ ഹാസിറുമാണ്, അഥവാ എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളെ പറഞ്ഞുകൊണ്ട്. കാരണം അതൊന്നും അവിടെ വരൂല. അതായത് അവർ തന്നെ വെറുതെ ഉണ്ടായതുമല്ല, അവരെ തന്നെ സൃഷ്ടിച്ചതുമല്ല. പിന്നെ ഇത് പറയുന്നതിലൂടെ പിന്നെ എന്തായി, ഇതല്ലാത്ത മൂന്നാമത്തെ ഒരു കാര്യം അവിടെ എന്തായി, കാരണമായി. അതെന്താണ്? വേറൊരു സൃഷ്ടാവ് അവരെ സൃഷ്ടിച്ചിരിക്കണം. ഭാഷാപരമായിട്ടുള്ള കുറച്ച് അറിയേണ്ടതുകൊണ്ടാണ് അത് ക്ലിയർ ആവാത്തത്. ഷെയ്ഖ് അതിനൊന്ന് വിശദീകരിക്കുന്നുണ്ട്, അതിൽ ചിലപ്പോൾ ഒന്നുകൂടി വ്യക്തമാവും. ലിയുബയ്യിന അന്ന ഹാദിഹിൽ മുഖദ്ദിമാത്തി മഅലൂമത്തുൻ ബിദ്ദറൂറ, ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള രണ്ട് സംഭവങ്ങൾ, ഒന്ന് അവർ വെറുതെ ഉണ്ടായതാണോ, അതുപോലെ തന്നെ അവർ തന്നെയാണ് സൃഷ്ടാവ് എന്നുള്ളത്, ഇത്
അതിൻ്റെ അടിസ്ഥാനത്തെ അതിൻ്റെ ആധികാരികമായി കൊണ്ട് അടിസ്ഥാനത്തെ സ്ഥാപിക്കുന്ന മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. ലാ യുംകിനു ജഹ്ദുഹ, ഒരാൾക്ക് അതിനെ നിഷേധിക്കാൻ സാധിക്കൂല. അഥവാ അള്ളാഹു തആല ചോദിച്ച ഈ കാര്യം, ഈ ആയത്തിൽ പറഞ്ഞ ഈ കാര്യം അതിന് നിഷേധിക്കാൻ സാധിക്കൂല. അഥവാ അതിനെതിരായിട്ട് പറയാൻ പറ്റൂല. അതായത് അങ്ങനെയാണ്, ഞങ്ങൾ തന്നെ ഉണ്ടായതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെയാണ് ഞങ്ങളെ സൃഷ്ടിച്ചതെന്ന് പറയാൻ സാധിക്കൂല. ആ നിലക്ക് പറ്റൂല. യഖൂലു, അവിടെ അള്ളാഹു തആല പറഞ്ഞു, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, അവർ ഒന്നുമില്ലാതെ തന്നെ അങ്ങോട്ട് ഉണ്ടായതാണോ? ഐ മിൻ ഗൈരി ഖാലിഖിൻ ഖലഖഹും, അതായത് ഒരു സൃഷ്ടാവുമില്ലാതെ, അവരെ സൃഷ്ടിക്കാൻ ഒരു സൃഷ്ടാവുമില്ലാതെ അവരുണ്ടായതാണോ? അം ഹും ഖലഖു അൻഫുസഹും, അടുത്ത ചോദ്യം, അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത്? അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത്? അവിടെ ആ ചോദ്യ രൂപത്തിൽ ഈ രണ്ട് രീതിയെ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ആ രണ്ടുമല്ല, ഇതല്ലാത്തൊരു കാര്യമാണ്, അഥവാ ഒരു ഖാലിഖ് ഉണ്ട് എന്ന് സ്ഥാപിക്കാനാണ്. അത് ഭാഷാപരമായി അത്ര സൂക്ഷ്മമായിട്ട് അത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു തആല ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ ആയത്ത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതിനെതിരായിട്ടുള്ള കാര്യത്തെ അംഗീകരിക്കുന്ന അവസ്ഥയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് കാരണങ്ങളില്ലെങ്കിൽ പിന്നെ എന്തേ ഉള്ളൂ? ഒരാൾ സൃഷ്ടിച്ചിട്ടുണ്ടാവണം. അത് അംഗീകരിക്കുന്ന രീതിയിലാണ് ആ ചോദ്യം തന്നെ അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. വകിലൽ അംറൈനി ബാത്തിലുൻ, ഇതിൽ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും ബാത്തിലാണ്, അഥവാ ബാത്തിലായ സാധ്യതകളൊക്കെ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫതഅയ്യന അന്ന ലഹും ഖാലിഖൻ ഖലഖഹും, അപ്പോൾ ആ പറച്ചിലിലൂടെ അവിടെ സ്പെസിഫൈ ചെയ്യുന്ന കാര്യം, അഥവാ വ്യക്തമാക്കുന്ന കാര്യം, ഒരു സൃഷ്ടാവ് അവർക്കുണ്ട്, അവരെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് അവർക്കുണ്ട് എന്നുള്ളതാണ് അവിടെ വ്യക്തമാകുന്നത്. വഹുവ അല്ലാഹു സുബ്ഹാനഹു, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ലൈസ ഹുനാക ഖാലിഖുൻ ഗൈറുഹു, അല്ലാഹു അല്ലാതെ വേറൊരു സൃഷ്ടാവുമില്ല. ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ലുഖ്മാനിലെ 11-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഹാദാ ഖൽഖുല്ലാഹ്, ഈ കാണുന്നതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും സൃഷ്ടിച്ച എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ എന്ന് സൂറത്തുൽ ലുഖ്മാനിലെ 11-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല ഖാലിഖാണ്. അള്ളാഹുവിൻ്റെ ഖൽഖ് എന്നുള്ള സിഫത്ത്, അള്ളാഹു തആല ഖാലിഖാണ് എന്നുള്ളത്, അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്, വളരെ വലിയൊരു കാര്യമാണ്. അത് വളരെ മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് നമ്മുടെ ഈമാനിനെ വളരെയധികം ദൃഢപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പല ആയത്തുകൾ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചോദിച്ചിട്ടുള്ളത്. അതിലൊരായത്താണിത്. അടുത്തൊരായത്ത് സൂറത്തുൽ അഹ്ഖാഫിലെ 4-ാമത്തെ ആയത്തിൽ, അറൂനി മാദാ ഖലഖൂ മിനൽ അർദ്, വേറൊരു നേരത്തെ പറഞ്ഞ ആശയത്തിൽ അതേ ആശയത്തിൽ തന്നെ, നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ ഭൂമിയിൽ നിന്ന് അവർ, അഥവാ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഇലാഹുകൾ എന്തിനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, എന്താണ് സൃഷ്ടിച്ചിട്ടുള്ളത്. സൂറത്തുർ റഅദിലെ 16-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അം ജഅലൂ ലില്ലാഹി ശുറകാഅ ഖലഖൂ കഖൽഖിഹി ഫതശാബഹൽ ഖൽഖു അലൈഹിം. അം ജഅലൂ ലില്ലാഹി ശുറകാഅ, അവരതാ അള്ളാഹുവിന് പുറമെ പങ്കുകാരെ ആക്കുകയും, ഖലഖൂ കഖൽഖിഹി, ആ പങ്കുകാർ ഒരു അള്ളാഹു സൃഷ്ടിച്ചതുപോലെ ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കുകയും, ഫതശാബഹൽ ഖൽഖു അലൈഹിം, അവർക്ക് അള്ളാഹു ഏതാണ് സൃഷ്ടിച്ചത്, അവരുടെ ഇലാഹുകൾ ഏതാണ് സൃഷ്ടിച്ചത് എന്ന് സംശയത്തിലായിരിക്കുകയാണോ. അതായത് അവരുടെ ഇലാഹുകൾ എന്തിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്, അപ്പോൾ അള്ളാഹു എന്തൊക്കെയാണ് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് കൺഫ്യൂഷൻ ആയിപ്പോയോ, അല്ലെങ്കിൽ ഒരു തോന്നിപ്പോയോ ഇത് എൻ്റെ ഇലാഹുകളെ സൃഷ്ടിച്ചതാണ്, ഇത് അള്ളാഹു സൃഷ്ടിച്ചതാണ്, അങ്ങനെ കൺഫ്യൂഷൻ ആയി പോയിട്ടാണോ അവർ അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിച്ചത്? കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഇല്ല, അള്ളാഹുവിന് പുറമെ സൃഷ്ടിച്ച ഒന്നുമില്ല. പക്ഷേ അവരോട് അള്ളാഹു ചോദിക്കുകയാണ്, ഖുലില്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവൽ വാഹിദുൽ ഖഹാർ, നബിയെ പറയുക, അള്ളാഹു എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ്, സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. വഹുവൽ വാഹിദുൽ ഖഹാർ, അവൻ ഏകനും സർവാധിപനുമാണ്. സൂറത്തുൽ ഹജ്ജിലെ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന അഥവാ നിങ്ങൾ ആരാധിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല. വലൗ ഇജ്തമഊ ലഹു, ഇനി അവരെല്ലാവരും കൂടി ഒരുമിച്ചാലും, അഥവാ നമ്മൾ ആദ്യത്തിൽ പറഞ്ഞിരുന്നു, ഈ കിതാബിൻ്റെ ആദ്യത്തിൽ തന്നെ പറഞ്ഞിരുന്നു, അള്ളാഹുവിന് പുറമെ മറ്റുള്ള ഇലാഹുകൾ ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ഒരു നാട്ടിലൊരു ഇലാഹായിരിക്കും, വേറെ നാട്ടിൽ വേറെ ഇലാഹായിരിക്കും, അങ്ങനെ പല അവസ്ഥയിലായിരിക്കും. അവരെ ഇലാഹുകളെല്ലാം കൂടി ഒരുമിച്ച് കൂടിയാലും ആളുകൾ ആട്ടിപ്പായിക്കുന്ന ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കുകയില്ല.
സൂറത്തുൻ നഹ്ലിലെ 20-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. അല്ലാഹുവിനു പുറമെ ആരാധിക്കപ്പെടുന്ന ഇലാഹുകൾ, അവർ ആരാധിക്കുന്നവർ, അവരെന്താണ്? അവർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, അവരാണെങ്കിലോ സൃഷ്ടിക്കപ്പെട്ടവരുമാണ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിപ്പോൾ ഈ സംസാരം കേൾക്കുന്ന ആരെങ്കിലും അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും ജാറത്തിലോ അല്ലെങ്കിൽ ഔലിയാക്കളെയോ സ്വാലിഹീങ്ങളെയോ ഒക്കെ വിളിച്ചു കേടുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർ പലപ്പോഴും വിചാരിക്കുന്ന പല കാര്യങ്ങളും തെറ്റായ പോയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ ചില വിശ്വാസങ്ങളുടെയും അല്ലെങ്കിൽ വഴികേടിലേക്ക് നയിക്കുന്ന ആളുകളുടെയും വാക്കുകൾ കേട്ടിട്ടാണ്. എന്നാൽ അവരുടെ ഫിത്രത്തിയായ ബുദ്ധി കൊണ്ട് അവരൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവർ ആരാധിക്കുന്ന എന്തോ ആവട്ടെ, ചിലപ്പോൾ കല്ലിനെ ആരാധിക്കുന്നുണ്ടാവും, മരത്തിനെ ആരാധിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തിനെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നോ മരിച്ചുമായിട്ട് ജന്തുക്കളോ ജീവികളോ വസ്തുക്കളോ എന്തിനെ ആവട്ടെ, അവരെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടുമില്ല. അപ്പം എങ്ങനെയാണ് സൃഷ്ടാവല്ലാത്ത ഒരാളെ ആരാധിക്കുക? ഒരു സൃഷ്ടാവിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? എല്ലാം വേണം, പക്ഷേ ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം എന്താണ്? ഒരു ഇലാഹിന് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണ്? അവൻ സൃഷ്ടാവായിരിക്കണം, അവന് സൃഷ്ടിക്കാൻ പറ്റണം. സൃഷ്ടിപ്പിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇൽമുണ്ടാവണം, ബാക്കിയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോ സിഫത്തും വരും. പക്ഷേ സൃഷ്ടാവല്ലാത്ത ഒരാളെ എങ്ങനെ ആരാധിക്കുക? അത് വലിയൊരു കാര്യമാണ്, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു ഫിത്രത്തിലും മനസ്സിലാക്കാൻ പറ്റുന്ന, ചിന്തിച്ച് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല എടുത്തെടുത്തത് പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൻ നഹ്ലിലെ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു അഫലാ തദക്കറൂൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം, സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവരും ഒരുപോലെയാകുമോ? സൃഷ്ടിക്കാൻ കഴിവുള്ളവനും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരും ഒരുപോലെയാകുമോ? അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാഹു തആല ചോദിക്കുകയാണ്. അപ്പോൾ സൃഷ്ടാവ് ഏകനാണ് എങ്കിൽ ഇലാഹും ആരാധ്യനും ആരാധിക്കപ്പെടേണ്ടവനും ഏകനാണ്. ഈ ഒരു കാര്യത്തെ ആവർത്തിച്ച് ഈ കാര്യത്തെ വ്യക്തമാക്കിക്കൊണ്ട്, ഇത് വീണ്ടും വീണ്ടും ഈ ഒരു വ്യക്തമായൊരു കാര്യത്തെ വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട്, ലം യദ്ദഇ അഹദുൻ അന്നഹു ഖലഖ ശൈഅൻ, ഈ കാര്യം പറയുന്നത് കൊണ്ട് തന്നെ, ബോധ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരാളും തന്നെ വാദിച്ചിട്ടില്ല അവർ എന്തിനെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരാളും തന്നെ എന്ത് ചെയ്തിട്ടില്ല? അവരെന്തിനെങ്കിലും സൃഷ്ടിച്ചു എന്ന് വാദിച്ചിട്ടില്ല. വലാ മുജറദ ദഅവ, വെറുതെ ഒരു വാക്ക് പോലും പറയാൻ തയ്യാറായിട്ടില്ല. ഫദ്ലൻ അൻ ഇസ്ബാതി ദാലിക്, കാരണം അത് സ്ഥിരപ്പെടുന്നതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ ഫിർഔൻ വരെ ഞാൻ റബ്ബാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ സൃഷ്ടിച്ച ഒരു സാധനം പറഞ്ഞൊരു സാധനം കൊണ്ടുതരാൻ പറ്റുമോ? പറ്റൂല. ഞാനാണ് ഇതിനെ സൃഷ്ടിച്ചത് എന്ന നിലക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കേവലം ഒരു വാക്ക് പോലും അങ്ങനെ പറയാൻ ആരും ധൈര്യപ്പെടാറില്ല. കാരണം ഇത് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്, ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഫതഅയ്യന അന്നല്ലാഹു സുബ്ഹാനഹു വൽ ഖാലിഖു വഹ്ദഹു ലാ ശരീക ലഹ്, അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, അല്ലാഹു തആല ഖാലിഖാണ്, ഏകനായിട്ടുള്ള ഖാലിഖാണ്, ഒരു പങ്കുകാരുമില്ലാത്തവൻ. അപ്പോൾ ആ രീതിയിൽ ഖുർആനിൽ അല്ലാഹു തആല ഈ സൃഷ്ടാവ് എന്നുള്ളതിനെ സ്ഥിരപ്പെടുത്തി പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ സൃഷ്ടാവിനെ സ്ഥിരപ്പെടുത്തുന്ന അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവാണെന്ന് സ്ഥിരപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ തെളിവാക്കുന്ന ചില രീതികളിൽ രണ്ടാമത്തേത് ഇൻതിളാമു അംരിൽ ആലമി കുല്ലിഹി വഇഹ്കാമുഹു. ഈ ഭൂമിയുടെ മൊത്തം, ഭൂമി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മൊത്തം, സൂര്യനും ചന്ദ്രനും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു സിസ്റ്റം, ഒരു ഓർഡർ, അതിൻ്റെ ഇൻതിളാം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായൊരു ഓർഡറിലും സിസ്റ്റത്തിലുമാണ്. വഹിക്കാമു പറഞ്ഞാൽ അതിലൊരു സ്ഥിരതയുണ്ട്, അതിലൊരു സ്റ്റഡി ആയിക്കൊണ്ടൊരു സിസ്റ്റത്തിലൂടെയാണ് എല്ലാം നടക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, മഴ ഒരു സമയത്ത് മഴ പെയ്യുന്നു, മഴയില്ലാത്തൊരു കാലമുണ്ടാകുന്നു, ഓരോ നാടിനും അതിനനുസരിച്ച രീതിയിൽ, അങ്ങനെ എല്ലാ കാര്യവും കൃത്യമായിട്ടാണ് നടക്കുന്നത്. അത് സ്ഥാപിച്ചുകൊണ്ട് അല്ലാഹു തആല ഇതിനെ പറയുന്നുണ്ട്. ഹാദാ അദല്ലു ദലീലിൻ അലാ അന്ന മുദബ്ബിറഹു ഇലാഹുൻ വാഹിദ്. ഇത് ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ലോകത്തിൻ്റെ നിയന്താവ് എന്നുള്ളത്, അഥവാ മുദബ്ബിർ എന്നുള്ളത് ഏകനായ ഇലാഹാണ് എന്നുള്ളതിന്. വറബ്ബുൻ വാഹിദുൻ, അതുകൊണ്ട് തന്നെ റബ്ബ് ഏകനാണ്, ഒന്നാണ് എന്നുള്ളതിന്. ലാ ശരീക ലഹു വലാ മുനാസിഅ, അവനൊരു പങ്കുകാരനുമില്ല, അവനെതിരായിക്കൊണ്ട് തന്നെ ഒരാളുമില്ല. ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ മുഅ്മിനൂനിലെ 91-ാമത്തെ ആയത്തിൽ, മത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹിൻ ഇദൻ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ് വലഅലാ ബഅ്ദുഹും അലാ ബഅദ്. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു നിലക്കും പങ്കുകാരോ കൂട്ടുകാരോ ഇല്ല എന്ന് പറയുമ്പോൾ, അഥവാ സൃഷ്ടാവ് എന്ന നിലക്കും ഇലാഹ് എന്ന നിലക്കും ഇവിടെ പറയാണ്, മത്തഖദല്ലാഹു മിൻ വലദിൻ, അല്ലാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. വമാ കാന മഅഹു മിൻ ഇലാഹിൻ,
അള്ളാഹുവിനോടൊപ്പം വേറൊരു ഇലാഹുമില്ല. ഇദല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ്. ഇനി അങ്ങനെ ഇലാഹ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഇലാഹുകളൊക്കെ അവർ സൃഷ്ടിച്ചതുമായിട്ട് പോകുമായിരുന്നു. വല അലാ ബഅ്ദുഹും അലാ ബഅ്ദിൻ. അതല്ല എങ്കിൽ മറ്റൊരാളേക്കാൾ വേറൊരാൾ മുകളിലെത്താൻ വേണ്ടി കുറെ ഇലാഹുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനോടൊപ്പം വേറെ ഇലാഹുകൾ ഉണ്ടെന്നെങ്കിൽ ഒന്നിനേക്കാൾ മേലെ വേറൊരാളുമായിട്ട് തീരുമായിരുന്നു എന്നുള്ളത്. ഒരിക്കലും അള്ളാഹുവിനോടൊപ്പം ഒരാളില്ല, ഒരു ഇലാഹില്ല എന്ന് പറയാണ്. അതിന് ഷെയ്ഖ് നല്ല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഫൽ ഇലാഹുൽ ഹഖു ലാ ബുദ്ദ അൻ യകൂന ഖാലിഖൻ ഫാഇലൻ. യഥാർത്ഥ ഇലാഹ് എന്നുള്ളത് അവൻ എന്തായിരിക്കണം? സൃഷ്ടിക്കുന്നവനായിരിക്കണം, സൃഷ്ടാവായിരിക്കണം, സൃഷ്ടിപ്പ് നടത്തുന്നവനായിരിക്കണം. ഫലൗ കാന മഅഹു സുബ്ഹാനഹു ഇലാഹുൻ ആഖർ. ഇനി ആ ഇലാഹിനോടൊപ്പം, അതായത് ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഖാലിഖായിരിക്കണം. ആ ഇലാഹിനോടൊപ്പം മറ്റൊരു ഇലാഹ് ഉണ്ടെങ്കിൽ ആ ഇലാഹ് എന്തായിരിക്കണം? ഖാലിഖായിരിക്കണം. അഥവാ ഖാലിഖ് അല്ലാത്ത ഒരാൾക്ക് ഇലാഹാകാനുള്ള ഒരു യോഗ്യതയില്ല. സൃഷ്ടിക്കാൻ കഴിയാത്തവന് എന്തില്ല? ആരാധനയുടെ ഒരു അംശത്തിന് ഒരു യോഗ്യതയില്ല. ഏറ്റവും വലിയ യോഗ്യതയാണ് ഖാലിഖാവുക എന്നുള്ളത്. അപ്പോൾ ഇലാഹ് എന്നുള്ളത് ഖാലിഖായിരിക്കണം. ഇനി അതിനോടൊപ്പം മറ്റൊരു ഇലാഹ് ഉണ്ടെങ്കിൽ ആ ഇലാഹും ഖാലിഖായിരിക്കണം. യുശാരിക്കുഹു ഫീ മുൽക്കിഹി തആല അല്ലാഹു അൻ ദാലിക്. ആ ഇലാഹു എങ്ങനെയായിരിക്കണം? അള്ളാഹുവിനുള്ള ആധിപത്യം പോലെ ആധിപത്യമുള്ളവരായിരിക്കണം. പക്ഷെ അങ്ങനൊന്നില്ല, അങ്ങനെ ഒന്നും ഒരിക്കലുമില്ല. ലകാന ലഹു ഖൽഖുൻ വഫിഅലുൻ. അപ്പൊ മറ്റൊരു ഇലാഹ് ഉണ്ടായിരുന്നെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ സൃഷ്ടാവിനും സൃഷ്ടികളും ഉണ്ടാവുമായിരുന്നു, ആ സൃഷ്ടാവിൻ്റെതായ പ്രവർത്തനങ്ങളും ഉണ്ടാവുമായിരുന്നു. വഹീനഹിദിൻ ഫലാ യർളാ ശരീകത്തൽ ഇലാഹിൽ ആഖരി മഅഹു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, അഥവാ രണ്ട് ഇലാഹുകൾ ഉണ്ടായിട്ട് ഒരു ഇലാഹ് വേറെ കുറെ സൃഷ്ടിക്കാൻ കഴിവുണ്ട്, വേറെ കുറെ സൃഷ്ടികളുണ്ട്, ഇപ്പുറത്തെ ഇലാഹുണ്ട്, ആ ഇലാഹിന് കുറെ സൃഷ്ടികളുണ്ട്, അങ്ങനൊക്കെ ഒരു അവസ്ഥയായിരുന്നുവെങ്കിൽ ഒരിക്കലും എന്താവൂല, ഒരു ഇലാഹിന് മറ്റൊരു ഇലാഹിൽ തൃപ്തി ഉണ്ടാവില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതാ ഉപമ പറയാട്ടോ. ബൽ ഇൻ ഖദറ അലാ ഖഹ്രി ശരീകിഹി വതഫർദ് ബിൽ മുൽക്ക് വൽ ഇലാഹിയതി ദൂനഹു. ആ തൃപ്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നെങ്കിൽ അതിലൊരു ഇലാഹ് മറ്റുള്ള ഇലാഹുകളെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, അവരുടെ അധികാരത്തിന്റെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരുടെ മേലെ ഭരിക്കാൻ വേണ്ടി, അവരുടെ മേലെയാകാൻ വേണ്ടി നോക്കുമായിരുന്നു. ഫഅല വഇല്ലം യഖ്ദിർ. അവർക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. വഇല്ലം യഖ്ദിർ അലാ ദാലിക്. അങ്ങനെ ഒരാളെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ ഇൻഫറദ ബിനസീബിഹി ഫിൽ മുൽക്ക് വൽ ഖൽഖ്. അവരവർക്കുള്ള അധികാരവും അവരവർക്കുള്ള സൃഷ്ടിപ്പുമായിട്ട് അവർ ഒതുങ്ങി കൂടുമായിരുന്നു. കമാ യൻഫരിദു മുലൂഖുദ് ദുനിയ ബഅ്ദുഹും അൻ ബഅ്ദിൻ ബിമുൽക്കിഹി. ഏതുപോലെ? ഭൂമിയിലുള്ള രാജാക്കന്മാർ പരസ്പരം നിൽക്കുന്നത് പോലെ. അഥവാ ഭൂമിയിൽ ഒരു നാട്ടിൽ രാജാവുണ്ട്, വേറെ നാട്ടിൽ വേറെ രാജാവുണ്ട്, വേറെ നാട്ടിൽ വേറെ രാജാവുണ്ട്, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഒരു രാജാവിന് സൈന്യം കൊണ്ടും എല്ലാം കൊണ്ടും മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ശേഷി ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? പോയിട്ട് കീഴ്പ്പെടുത്തും, എന്നിട്ട് ആ രാജ്യം കൊണ്ട് തൻ്റെ കീഴിലാക്കും. ഇനി അതില്ല എങ്കിലോ പരസ്പര അഡ്ജസ്റ്റ്മെന്റിൽ ആ സൃഷ്ടാവ് അതിൻ്റെ കാര്യങ്ങളായിട്ടും ഈ സൃഷ്ടാവ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്, ഈ രാജാവ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടുപേരും അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോകും. അപ്പോൾ ഇലാഹുകളും രണ്ടായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ ഒരാൾ മറ്റൊരാൾ എന്ത് ചെയ്യും? കീഴ്പ്പെടുത്തും. അതല്ല എങ്കിൽ ഓരോരുത്തരും ഓരോ സൃഷ്ടിപ്പിന്റെ കോലങ്ങളിലായിട്ട് അവരങ്ങനെ എങ്ങനെയൊക്കെ പോകുമായിരുന്നു. അതാണ് പറയുന്നത്, ഭൂമിയിലുള്ള ആളുകളെ പോലെ. ഫയഹ്സുൽ ഇൻഖിസാം. അങ്ങനെയാണ് ഉണ്ടായത് എങ്കിൽ, അഥവാ അള്ളാഹിനോടൊപ്പം ഇലാഹ് ഉണ്ട് എങ്കിൽ ഒന്നെങ്കിൽ മറ്റൊരാളെ കീഴ്പ്പെടുത്തി മറ്റൊരാൾ ഇതുണ്ടാവും. അതല്ല വേറെ വേറെ ആയിരുന്നുവെങ്കിൽ ഈ ലോകം മൊത്തം ഒറ്റ നിയന്ത്രണത്തിൽ എന്താവൂല, ഒറ്റ നിയമത്തിൽ അങ്ങനെ ആവൂല. അങ്ങനെ ഈ ലോകം മൊത്തം ഒറ്റ ഒരു സിസ്റ്റത്തിൽ ആവൂല, തോന്നിയ പോലെ ആകുമായിരുന്നു. ഫലാ ബുദ്ദ മിൻ അഹദി സലാസത്തി ഉമൂർ. മൂന്നാലൊരു കാര്യമാണ് ഈ അവസ്ഥ അഥവാ ഒന്നിൽ കൂടുതൽ ഇലാഹുകൾ ഉണ്ടെങ്കിൽ ഉണ്ടാവുക. ഇമ്മാ അൻ യഖ്ഹറ അഹദുഹുമൽ ആഖർ വയൻഫരിദ ബിൽ മുൽക്കി ദൂനഹു. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഒരു ഇലാഹ് മറ്റൊരു ഇലാഹിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, കഴിയുമായിരുന്നെങ്കിൽ കീഴ്പ്പെടുത്തിക്കൊണ്ട്, അധികാരപ്പെടുത്തിക്കൊണ്ട് ഏകനായിട്ടുള്ള ആധിപത്യമുള്ളവനായിട്ട് തീരും. വൈമ്മാൻ യൻഫരിദ കുല്ലു വാഹിദിൻ മിൻഹുമാ അനിൽ ആഖരി ബിമുൽക്കിഹി വഖൽഖിഹി ഫയഹ്സുലുൽ ഇൻഖിസാം. അല്ലെങ്കിൽ ഓരോരുത്തരും അവരുടേതായ ആധിപത്യവും അവരുടേതായ സൃഷ്ടികളുമായിട്ട് അവർ വേറെ വേറെ ആയിട്ട്, വേറെ വേറെ ഇലാഹുകളായിട്ട്, വേറെ വേറെ സൃഷ്ടിപ്പുകളായിട്ട് അവരങ്ങനെ കൂടണം. വൈമ്മാൻ യകൂന തഹ്ത മലികിൻ വാഹിദിൻ. അതല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരൊറ്റ രാജാവിന്റെ കീഴിൽ വരണം. യതസറഫു ഫീഹിമാ കൈഫ യശാഹു. ആ ഒറ്റ രാജാവ് എന്ത് ചെയ്യും? ആ രാജാവ് എന്ത് ചെയ്യും? ആ രാജാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഇതൊക്കെ നടക്കുക. ഫയകൂനു ഹുവൽ ഇലാഹുൽ ഹഖ് വഹും അബീദുഹു. അങ്ങനെയാണ് എങ്കിൽ ആ ഒന്നായിട്ടുള്ളവൻ അവൻ യഥാർത്ഥത്തിലുള്ള ഇലാഹും ബാക്കിയുള്ളത് അടിമകളുമായി തീരും.
അഥവാ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലക്കും നടക്കാത്തൊരു കാര്യമാണ് എന്ത്, ഒന്നിൽ കൂടുതൽ ഇലാഹുകൾ ഉണ്ടാവുക എന്നുള്ളത്. എന്തുകൊണ്ടാണ്? ഒരു ഇലാഹ് ആകണമെങ്കിൽ ഖാലിഖായിരിക്കണം. ആ ഖാലിഖ് അല്ലെങ്കിൽ ഖൽഖ് എന്നുള്ള സിഫത്ത് ഒന്നിൽ കൂടുതൽ ഇലാഹുകൾക്ക് ഒരേ സമയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം എന്താവൂല, ഒരൊറ്റ സിസ്റ്റമിൽ പോകൂല. അതല്ല എങ്കിൽ അവർ വേറെ വേറെ സൃഷ്ടികളെ ഉണ്ടാക്കി വേറെ വേറെ ആയിട്ട് പോകണം. അതല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ കീഴ്പ്പെടുത്തണം. അവിടെ അതൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ അള്ളാഹുവിനോടൊപ്പം രണ്ട് ഇലാഹ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇലാഹ് ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല ഈ ലോകത്തെ സിസ്റ്റം വെച്ച് തന്നെ. വഹാദാഹു അൽ വാഖിഅ്, ഇത് സംഭവിക്കുന്ന കാര്യമാണ്, ഇത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഫൈന്നഹു ലം യഹ്സുൽ ഫിൽ ആലമി ഖിസാമുൻ വലാ ഖലലുൻ, ഭൂമിയിൽ അങ്ങനെ ഒരു വിഭാഗക്കാർക്ക് ഒരു രീതി, വേറെ ആളുകൾക്ക് വേറെ രീതി, വേറെ ആൾക്ക് വേറെ രീതി എന്ന ആ രീതിയിൽ എന്തില്ല, വേർതിരിവില്ല. മിമ്മ യദുല്ലു, ഭൂമി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഭൂമിയുടെ സിസ്റ്റം. മിമ്മ യദുല്ലു അല അന്ന മുദബ്ബിറഹു വാഹിദുൻ, അത് അറിയിക്കുന്ന കാര്യം ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ ഏകനാണ്. വലാ മുനാസി അലഹു, അവന് എതിരായിക്കൊണ്ട് ഒരാളുമില്ല. വൈന്ന മാലികഹു വാഹിദുൻ, ഈ ഭൂമിയുടെ അധികാരി ഒരാളാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരുമില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. അപ്പോൾ അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്നുള്ളത് അല്ലെങ്കിൽ അള്ളാഹു ഖാലിഖാണ് എന്നുള്ളതിനെ സ്ഥിരപ്പെടുത്തുന്ന ഖുർആന്റെ രീതിയിൽ ഒന്നാമത്തേത് പറഞ്ഞു, ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ അതിനുള്ള ഒരു കാരണം നിർബന്ധമാണ്. ആ നിലയ്ക്ക് സ്ഥാപിച്ച് കാണാം. രണ്ടാമത്തേത് ഈ ഭൂമിയുടെ സംവിധാനം, ഇതെങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത് എന്നുള്ളത് അള്ളാഹു ഖാലിഖാണ് എന്നുള്ളതിൻ്റെ അഥവാ റബ്ബാണ് എന്നുള്ളതിനെ സ്ഥിരപ്പെടുത്തുന്ന കാര്യമാണ്. മറ്റൊന്ന് പറയുന്നുണ്ട്, മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. തസ്ഖീറുൽ മഖ്ലൂഖാതി ലി അദാഇ വദാഇഫിഹാ വൽ ഖിയാമി ബിഖസാഇസിഹാ, സൃഷ്ടികളെല്ലാം അധീനപ്പെടുത്തപ്പെട്ട അവസ്ഥയിലാണ്. എന്തിന്? ലി അദാഇ വദാഇഫിഹാ, അതിൻ്റേതായ ഡ്യൂട്ടികൾ ചെയ്യുക എന്നുള്ള നിലക്ക്. ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളത്. വൽ ഖിയാമി ബിഖസാഇസിഹാ, അതിൻ്റേതായ പ്രത്യേകമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിൽ. അഥവാ എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റേതായ ചില ഡ്യൂട്ടികളും അതിൻ്റേതായ ചില പ്രത്യേകതകളുമായിട്ടാണ് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. ആ രീതിയിൽ അതിനെ അള്ളാഹു തആല അധീനപ്പെടുത്തിയിരിക്കുന്നു, അഥവാ അതിനെ ആ സിസ്റ്റത്തിലാണ് അള്ളാഹു ആക്കിയിട്ടുള്ളത്. ഫലൈസ ഹുനാക മഖ്ലൂഖുൻ യസ്തഅസി വയംതനിഉ അൻ അദാഇ മുഹിമ്മതിഹി ഫി ഹാദൽ കൗൻ. വളരെ ഇതിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അത് വളരെയധികം ചിന്തിച്ച്, അതായത് ലോജിക്കൽ എന്നൊക്കെ പറയില്ലേ, മന്തിഖ് പരമായിട്ട്, അഥവാ ഇതൊക്കെ സ്ഥാപിക്കണം എന്തിനു വേണ്ടിയിട്ടാ? അള്ളാഹു തആല ഇല്ല, സൃഷ്ടാവില്ല, റബ്ബില്ല എന്നുള്ളത് നിഷേധിക്കുന്ന ആളുകൾക്കുള്ള മറുപടി ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സൃഷ്ടികളെ നോക്കിക്കൊണ്ട് അതിൽ ഉറ്റാലോചിച്ചുകൊണ്ട് സൃഷ്ടാവിനെ മനസ്സിലാക്കാനുള്ള ചില വഴികളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഖുർആനിൻ്റെ രീതിയാണ് ഷെയ്ഖ് കൊടുത്തിട്ടുള്ളത്. വളരെ ആഴത്തിലുള്ള ആശയങ്ങളുള്ള കാര്യങ്ങളാണ് ഷെയ്ഖ് ഇവിടെ എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ളത്. ഫലൈസ ഹുനാക മഖ്ലൂഖുൻ, ഒരു സൃഷ്ടിയുമില്ല, യസ്തഅസി വയംതനിഉ അൻ അദാഇ മുഹിമ്മതിഹി ഫി ഹാദൽ കൗൻ, ഈ ലോകത്ത് അതിന് നിർബന്ധമായിട്ടുണ്ടാവേണ്ട അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ വേണ്ടാന്ന് വെക്കുന്ന, എതിർത്ത് കളയുന്ന, അതിനെതിരാകുന്ന ഒരു സൃഷ്ടിയും ഈ ലോകത്തില്ല. അഥവാ നമ്മൾ എല്ലാ സൃഷ്ടികളും നോക്കി, ഇപ്പോൾ ഒരു മീൻ വന്നിട്ട് കരയിൽ വന്ന് താമസിക്കുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവി പോയി കടലിൽ പോയി ജീവിക്കുന്നുണ്ടോ? ഇല്ല. അതായത് അതിന് എന്തായാലും വേണ്ടതായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ, ഒരു രീതിയിൽ മാത്രമേ എന്തുള്ളൂ, എല്ലാ സൃഷ്ടികളും ജീവിക്കുന്നുള്ളൂ. അതായത് ഞാൻ പറഞ്ഞ ഉദാഹരണം ക്ലിയർ ആണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ വാചകത്തിന് എളുപ്പത്തിൽ മനസ്സിലാകാനാണ് പറഞ്ഞത്. അതായത് ഒരു മത്സ്യം ഇവിടെ കരയിൽ വന്നിട്ട് താമസിക്കുന്നില്ല, അല്ലെങ്കിൽ കരയിലുള്ള ഒരു ജീവി വെള്ളത്തിൽ പോയിട്ട് താമസിക്കുന്നില്ല. കാട്ടിലുള്ള ഒരു ജീവി, കാട്ടിൽ മാത്രമായി കാണുന്ന ജീവികൾ, അവർ കരയിൽ വന്ന് താമസിക്കുന്നില്ല. കരയിൽ മാത്രമായി കാണുന്ന ജീവികൾ കാട്ടിൽ പോയി ജീവിക്കുന്നില്ല. പക്ഷികൾ എന്ത് ചെയ്യുന്നില്ല, ഭൂമിയിൽ മാത്രം നടന്നുകൊണ്ട് ജീവിക്കുന്നില്ല. അതായത് ഓരോന്നിനും അതിൻ്റേതായ ഒരു അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അത് പോകുന്നത്. എതിരായിട്ട് അവരാരും ചെയ്യുന്നില്ല. വഹാദാ മസ്തദല്ല ബിഹി മൂസ അലൈഹിസ്സലാം, ഈ ഒരു കാര്യമാണ് മൂസാ നബി അലൈഹിസ്സലാം തെളിവായിക്കൊണ്ട് പിടിച്ചത്. ഹീന സഅലഹു ഫിർഔൻ, ഫിർഔൻ ചോദിച്ച സമയത്ത്. എന്താ ഫിർഔൻ ചോദിച്ചത്? ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ, ഏ മൂസ, ഹാറൂൻ നബി ഒപ്പമുണ്ട്, നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിർഔൻ ചോദിച്ചു.
അജാബ മൂസ ബി ജവാബിൻ ഷാഫിൻ കാഫിൻ, പൂർണ്ണമായി മതിയാകുന്ന ഒരു മറുപടിയിലൂടെ മൂസാ നബി അലൈഹി സ്വലാം മറുപടി കൊടുത്തു. എന്താ പറഞ്ഞത്? ഫഖാല, സൂറത്ത് ത്വാഹയിലെ ആയത്തുകളാണ്. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എൻ്റെ റബ്ബ് അല്ലെങ്കിൽ ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യത്തിനെയും അതിൻ്റെതായ കോലത്തിൽ സൃഷ്ടിച്ചതും എന്നിട്ട് അവർക്കെല്ലാം ഹിദായത്ത് നൽകിയവൻ. ഇവിടെ ഹിദായത്ത് കൊണ്ട് ഉദ്ദേശം ഹിദായത്തു ദലാല എന്ന് പറയും, അഥവാ അതിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ അതിനെ ആക്കി കൊടുത്തവൻ. അതായത് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ അവനാണ്. വെറുതെ സൃഷ്ടിച്ചു വിട്ടോ? ഇല്ല. ഏതെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു മത്സ്യത്തിനെ സൃഷ്ടിച്ച് കരയിലിട്ടു, അല്ലെങ്കിൽ വേറൊരു ജീവിയെ സൃഷ്ടിച്ച് വേറെ സ്ഥലത്തിട്ടു, അല്ലെങ്കിൽ ജിറാഫിൻ്റെ തല ചെറുതാകുന്നതിന് പകരം ആനയുടെ വലുപ്പത്തിലുള്ള തലയാക്കി, അല്ലെങ്കിൽ ആനയുടെ കഴുത്ത് ജിറാഫിൻ്റേതുപോലെ കൊടുത്തിട്ട് താങ്ങാൻ പറ്റാത്ത രീതിയിൽ വലിയ തല അവിടെ കൊടുത്തു, വലിയ ഉടൽ, അങ്ങനെയൊന്നുമല്ല. ഓരോന്നിനും അതിൻ്റേതായ രീതിയിൽ ഓരോന്നിനെയും സൃഷ്ടിക്കുകയും അതിൻ്റേതായിട്ടുള്ളൊരു ജീവിതക്രമം ഒരുക്കി കൊടുക്കുകയും ചെയ്തവനാണ്. ഐ റബ്ബുനല്ലദീ ഖലഖ ജമീഅൽ മഖ്ലൂഖാത്ത്, അതായത് ഞങ്ങളുടെ റബ്ബ് എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചവനും, വഅതാ കുല്ല മഖ്ലൂഖിൻ ഖൽഖഹു അല്ലാഇഖ ബിഹി, ആ ഓരോ സൃഷ്ടിക്കും അതിൻ്റെ രൂപം എന്നുള്ളത് അതിന് യോജിച്ചതായി കൊടുത്തതുമാണ്. അതിന് യോജിച്ചതായി കൊടുത്തതുമാണ് അവൻ. ഓരോന്നിനും അതിൻ്റേതായത്. ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ രീതിക്ക്, അല്ലെങ്കിൽ പാമ്പിനാണെങ്കിൽ പാമ്പിൻ്റെ ജീവിത വ്യവസ്ഥയ്ക്ക് ആവശ്യമായ നിലക്ക്, അല്ലെങ്കിൽ ഓരോ ജീവിക്കും അതിൻ്റേതായ ഈ ജീവിത വ്യവസ്ഥയ്ക്ക് ആവശ്യമായ രീതിയിൽ ഒരു കോലം കൊടുത്തവനാണ്, രൂപം കൊടുത്തവനാണ്. മിൻകിബരിൽ ജിസ്മ്, ചിലതിന് വലിയ ശരീരം ഉണ്ടാവും. വസിഗരിഹി, ചിലതിന് ചെറുതായിരിക്കും. തവസ്സുത്തിഹി, അതിൻ്റെ ഇടയിലുള്ള വലിപ്പ രൂപമൊക്കെ ആയിരിക്കും. വജമീ സിഫാത്തിഹി, എന്ത് വിശേഷണമുണ്ടോ അതെല്ലാം. മിഫ്താഹ് ദാരി സആദ എന്നുള്ള കിതാബിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ എന്ന് 3 വോളിയത്തിലായിട്ട് ഇറങ്ങുന്നതിൽ 2ാമത്തെ വോളിയത്തിൽ ഇതുപോലെ സൃഷ്ടികളുടെ വിഷയത്തിലുള്ള അള്ളാഹുവിൻ്റെ ഈ അത്ഭുതങ്ങളെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ ജിറാഫിൻ്റെ ഉദാഹരണം അതിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആനയെ പറ്റിയിട്ടുണ്ട്. അതുപോലെ പല പല ജന്തുജീവജാലങ്ങളെയും സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം ഇബ്നുൽ ഖയ്യിം അതിലെടുത്തെടുത്ത് പറയുന്നുണ്ട്. അതിനെ സൃഷ്ടിച്ച രീതി, ഓരോ കാര്യം ഓരോന്നും അതിലെടുത്ത് പറയുന്നുണ്ട്. അതിൽ ഒരു പറയുന്ന മറ്റൊരു കാര്യമാണ്, ആ കിതാബിൽ പറയുന്നുണ്ട്, ചെറിയ കുട്ടികൾ കരയുന്നത്. ചെറിയ കുട്ടികൾ കുറേ ഇങ്ങനെ കരയും. ഇപ്പോൾ നമ്മൾ ആലോചിച്ചാൽ പോലെ ഈ കുട്ടി ഇങ്ങനെ കരയാത്ത രീതിയിൽ സൃഷ്ടിച്ചാൽ പോലെ. പക്ഷേ ആ കരച്ചിൽ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ബെനിഫിറ്റുകൾ ഒരാളുടെ ശരീരത്തിന് ഉണ്ടാകുന്ന, ഒരു ചെറിയ കുട്ടി കരഞ്ഞാലാണ് ആ കുട്ടിയുടെ ധാരാളം പ്രവർത്തനങ്ങൾ നേരെ നടക്കുകയുള്ളൂ. അതിൽ ശ്വാസകോശം നേരെയാകുന്നത്, ഞരമ്പുകളിൽ രക്തം ഓടുന്നത്, അതുപോലെ അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ നേരെയാകുന്നത്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ. അങ്ങനെ പിന്നെ ഒരു ഇലയുടെ സൃഷ്ടിപ്പിനുമായി ബന്ധപ്പെട്ട് അതിലുള്ള പ്രത്യേകതകൾ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ആ ഒരു കിതാബിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ വിഷയത്തിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സൃഷ്ടിച്ച് അതിനുള്ള വിശേഷങ്ങൾ നൽകിയവൻ. ثم هدى كل مخلوق إلى ما خلقه له, ഇവിടെയാണ് പറയുന്നത് ഈ എല്ലാ സൃഷ്ടിയെയും എന്തിനാണോ അതിനെ സൃഷ്ടിച്ചത് അതേ രീതിക്ക് വഴി കാണിച്ചവൻ. എങ്ങനെ ഇപ്പോൾ വളരെ അത്ഭുതമായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പം ഇങ്ങനെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കാട്ടുപോത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ രീതിയിൽ പറയാം, ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ കാട്ടുപോത്ത് ആ ഇനത്തിൽപ്പെട്ടൊരു ജീവി, അതിൻ്റെ കുട്ടി പ്രസവിച്ച് വീണ ഉടനെ അത് എണീറ്റ് ഓടും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ജീവിയുടെ പൊതുവെ നാവിൽ ഒരുപാട് മുള്ളു പോലത്തെ ഇതാണ്ടാവുക, ആ ജീവിയുടെ മുള്ളു പോലത്തെ ഉണ്ടാവുക. അപ്പോൾ പൊതുവെ ജനിച്ചു വീഴുന്ന ഈ കുട്ടികളെ ജീവികളിൽ ജനിച്ചു വീണ് കഴിഞ്ഞാൽ ആടാവട്ടെ വേറെ ജീവികളൊക്കെ ആവട്ടെ അത് ഇങ്ങനെ ഒന്ന് നക്കി തുടച്ച് വൃത്തിയാക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ഈ കുട്ടി ജനിച്ച് വീണ് കഴിഞ്ഞാൽ തൻ്റെ ഈ ഏതൊരു ജീവിയിൽ നിന്നാണോ ജനിച്ചുള്ളത് അതിൻ്റെ മാതാവായിട്ടുള്ളത് അത് വന്ന് നക്കിക്കഴിഞ്ഞാൽ ഈ തൊലിയിലെന്താകും, മുറിയാകും, ബുദ്ധിമുട്ടാകും. അപ്പോൾ ഈ ജനിച്ചു വീണ കുട്ടിക്ക് ആരും ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല, ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതെന്ത് ചെയ്യുന്നു, അത് അപ്പോൾ തന്നെ അവിടെ ജനിച്ച് വീണാൽ എഴുന്നേറ്റ് ഓടുകയാണ്. കാരണം ഇതെങ്ങനെ മനസ്സിലാക്കുന്നത്, ഓരോന്നിനും സൃഷ്ടിച്ചു, എന്തിനാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിൻ്റെ വഴി എങ്ങനെയാണ് ജീവിക്കേണ്ടത് പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ സാൽമൺ മത്സ്യത്തിനെ പറ്റിയൊക്കെ പലരും പറയാറുണ്ട്. കൃത്യമായി പറയാൻ എനിക്കും അറിയില്ല. എന്തോ ശുദ്ധജലത്തിൽ മുട്ടയിട്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നതോ, അപ്പോൾ അത് വലുതായി കഴിഞ്ഞാൽ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് വരുന്നതോ, അങ്ങനെ എന്തൊക്കെ പ്രത്യേകത സാൽമൺ ഫിഷുമായി ബന്ധപ്പെട്ട് കാണാം. അങ്ങനെ ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ ഒരു സിസ്റ്റവും രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിലൊക്കെ വഴി കാണിച്ചവനാണ് അള്ളാഹു തആല. അതാണ് സുമ്മ ഹദ എന്ന് പറഞ്ഞത്.
വഹാദിഹിൽ ഹിദായത്തു ഹിയ ഹിദായത്തു ദലാലത്തി വൽ ഇൽഹാം. ഇവിടെ ഈ ഹിദായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിദായത്തു ദലാലത്തി വൽ ഇൽഹാമാണ്. അഥവാ ജന്മന ഓരോരുത്തർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ള ഈ വഴി. ഇത് ഇപ്പോൾ മനുഷ്യന്, അതായത് ഹിദായത്തുകൾ പ്രധാനമായും 4 ഇനമാണ്. ഹിദായത്ത് എന്നുള്ളത് 4 ഇനമാണ്. ഒന്ന് ഈ പറഞ്ഞ ഹിദായത്തു ദലാല, എല്ലാ ആളുകൾക്കും. ഇത് പൊതുവെ ഹിദായത്തുൽ ആമ എന്നുള്ള പദത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഹിദായത്തുൽ ആമ എന്നുള്ള പദത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. രണ്ടാമത്തേത് നമ്മൾ പറയുന്ന ഹിദായത്തു ദലാല എന്ന് പൊതുവെ നമ്മൾ പറയാറുള്ളത് നബിമാർ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നിടത്താണ്. അതായത് ഒരാൾക്ക് ജന്മന ജീവിക്കേണ്ട രീതി, അതിന് ഹിദായത്തുൽ ആമ എന്നാണ് പദം ഉപയോഗിക്കാറുള്ളത്. പൊതുവെ ഷെയ്ഖ് എന്തോ ഹിദായത്തു ദലാല എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അള്ളാഹു ആലം. അതിനേക്കാൾ നല്ലത് ഹിദായത്തുൽ ഇൽഹാം എന്നുള്ള പദം ഉപയോഗിക്കുന്നതായിരിക്കും. ഹിദായത്തുൽ ഇൽഹാം, ഓരോന്നിനും എങ്ങനെയാണ് ജീവിക്കേണ്ടത് രീതി. ഹിദായത്തു ദലാല എന്നുള്ള പദം പൊതുവെ പറയാറുള്ളത്, വേറെ കിതാബുകളൊക്കെ ഉലമാക്കൾ പറയാറുള്ളത്, ഹിദായത്തു ദലാല എന്ന് പറഞ്ഞാൽ നബിമാർ വന്നുകൊണ്ട് ഹക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം, ഇതാണ് ശരിയെന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ. അത് കേട്ട് കഴിഞ്ഞാൽ അവനൊരു ഹിദായത്ത് കിട്ടി. അതെന്ത് ഹിദായത്താണ്? ഹിദായത്തു ദലാല, തെളിവ് അവന് കിട്ടി. അത് ഹിദായത്തു ഹുജ്ജത്തിനെ സ്ഥാപിച്ചു. മൂന്നാമത്തേത് ഹിദായത്തു തൗഫീഖ് എന്ന് പറയും. ഈ ഹക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ്, ഒരാൾ മുസ്ലിം ആവുക, തൗഹീദ് ഉൾക്കൊള്ളുക, ആ തൗഫീഖ് കിട്ടുന്ന ഹിദായത്ത്. നാലാമത്തേത് ഹിദായത്തിൽ ജന്നത്തി വന്നാർ, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ വഴി കാണിച്ചുകൊണ്ടുള്ള ഹിദായത്ത്. ഇത് സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കുന്നതും നരകത്തിലേക്കുള്ള വഴി കാണിക്കുന്നതും. ഈ 4 ഹിദായത്തുകൾ ഖുർആനിൽ, ഈ 4നും ദലീലുകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് ആമായിക്കൊണ്ട് പൊതുവായിട്ടുള്ള ഒരു ഹിദായത്താണ്. പൊതുവെ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് തിരിയേണ്ട രീതിയിലാണ് മനുഷ്യനെ സംവിധാനിച്ചിട്ടുള്ളത്. പൊതുവെ പറയുന്നൊരു ഉദാഹരണമാണ്, ഇപ്പോൾ നമ്മളൊരു ഒരു വയസ്സായ ഒരു കുട്ടിയെ വിചാരിക്കുക. ഒരു വയസ്സായ ഒരു കുട്ടി, അല്ലെങ്കിൽ ചെറിയൊരു കോഴിക്കുഞ്ഞിനെ എടുക്കുക. എന്നിട്ട് കുട്ടിയുടെ മുമ്പിൽ കുറച്ച് മുന്തിരികളും കുറച്ച് തീക്കനലും കൂടി ഒരുമിച്ചൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ചിലപ്പോൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യും? ആ തീക്കനലിനെ പോയി തൊടും. നല്ല നിറം ഉണ്ടാവും, കണ്ടിട്ട് കൗതുകമായും തൊടും. ഒരു കോഴിക്കുട്ടിയുടെ മുമ്പിൽ ആ കോഴിക്കുഞ്ഞിന് ഭക്ഷിക്കാൻ പറ്റുന്ന നെല്ലോ അല്ലെങ്കിൽ അരിയോ അതുപോലെ കുറച്ച് ചരൽക്കല്ലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കല്ലുകളോ ചെറിയ അതേ വലുപ്പത്തിൽ വേറെ കല്ലുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കോഴിക്കുഞ്ഞ് അതിന് തിന്നാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യും? കൊത്തിയെടുത്ത് അത് തിന്നും. അപ്പോൾ ജീവികൾക്ക് എന്ത് പ്രകൃതിയാ കുറച്ച് സിസ്റ്റം ഉള്ള വെച്ചിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? പുറത്തുനിന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് മാത്രം. സാന്ദർഭികമായി പറഞ്ഞു മാത്രം. ഇവിടെ പറഞ്ഞത് ഇങ്ങനെ ഓരോ സൃഷ്ടിക്കും അതിൻ്റെ ഒരു സിസ്റ്റത്തിൽ ഒരുക്കിയവൻ. വഹിയൽ ഹിദായത്തുൽ കാമിലത്തുൽ മുഷാഹദത്തു ഫി ജമീഇൽ മഖ്ലൂഖാത്ത്, ഇതെല്ലാ സൃഷ്ടികളിലും പരിപൂർണമായി കാണുന്ന ഒരു ഹിദായത്താണ്. ഫകുല്ലു മഖ്ലൂഖിൻ തജിദുഹു യസ്ആ ലിമാ ഖുലിഖ ലഹു മിനൽ മനാഫിഅ, ഏതൊരു സൃഷ്ടിയാവട്ടെ അതിന് ഉപകാരമുണ്ടാകുന്ന കാര്യം എന്താണോ, അതിന് ഉപകാരമുള്ള കാര്യം എന്താണോ അത് നേടിയെടുക്കാനുള്ള പണിക്ക് പോകും, അല്ലെങ്കിൽ അതിനുള്ള രീതിയിലാണ് ജീവിക്കുക. വഫീ ദഫ്ഇൽ മവാരി അൻഹു, അതിന് ദോഷമുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുകയും ചെയ്യും. ഹത്താ ഇന്ന അല്ലാഹ അഅതൽ ഹയവാനൽ ബഹീമ മിനൽ ഇദ്റാകി മാ യതമക്കനു ബിഹി മിൻ ഫിഅലി മാ യൻഫഉഹു വദഫ്ഇ മാ യദുറുഹു, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു തആല ജന്തുജീവജാലങ്ങൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? അതിന് ഉപകാരമുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് ഉപദ്രവമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു ഇദ്റാക്ക്, ആ മനസ്സിലാക്കാനുള്ള ശേഷി അള്ളാഹു കൊടുത്തിട്ടുണ്ട്. വമാ ബിഹി യുഅദ്ദി മുഹിമ്മതഹു ഫിൽ ഹയാ, അത് എന്തിനാണത്? അതിന് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്. വഹാദാ കഖൗലിഹി തആല, അത് ഏതുപോലെയാണ്? അള്ളാഹു തആല സൂറത്തുൽ സജ്ദയിലെ 7ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെയാണ്, അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു, സൃഷ്ടിച്ച എല്ലാത്തിനെയും ഏറ്റവും നല്ല രീതിയിൽ ആക്കിയവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളത്. പറഞ്ഞതിൻ്റെ ആശയം മൊത്തത്തിൽ മനസ്സിലായല്ലോ. ഓരോന്നിനും അതിൻ്റേതായ രീതിയുണ്ട്. ഇത് നമുക്ക് ശരിക്ക് വിശദീകരിച്ച് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇബ്നു ഖയ്യിം മിഫ്താഹ് ദാരി സഅദയിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ്. കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്രയും മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫല്ലദീ ഖലഖ ജമീഅൽ മഖ്ലൂഖാത്ത്, ആരാണോ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചിട്ടുള്ളത്, വഅതാഹാ ഖൽഖഹൽ ഹസൻ, ആ സൃഷ്ടികൾക്ക് ഏറ്റവും ഉത്തമമായ രീതിയിൽ രൂപവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. അല്ലദീ ലാ തഖ്തരിഹുൽ ഉഖൂൽ ഫൗഖ ഹുസ്നിഹി, എങ്ങനെയുള്ള പരിപൂർണതയാണ്? അതിനേക്കാൾ നന്നായിട്ട് അതിനൊരു കോലം ഒരു ബുദ്ധിക്ക് കൊടുക്കാൻ പറ്റൂല. അതായത് പാമ്പിനെ വിചാരിക്കുക, ആ പാമ്പിൻ്റെ ജീവിതശൈലിയും അതിൻ്റെ ജീവിതവും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ പാമ്പിന് അതിനേക്കാൾ നല്ലൊരു കോലം ഒരു ബുദ്ധിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കൊടുക്കാൻ സാധിക്കൂല.
ഇനി ഒരാൾക്ക് തോന്നുന്നതാണ് പാമ്പിന് ഈ കോലത്തിനേക്കാൾ നല്ലത് കുറച്ച് 4 കാലും അല്ലെങ്കിൽ 8 കാലും വേറെ ഒരു രൂപവും കൊമ്പും ഇതൊക്കെ ആണെങ്കിലോ, എന്തിനാണോ അത് സൃഷ്ടിക്കപ്പെട്ടത് ആ പണി അതിനെക്കൊണ്ട് എന്ത് നടക്കൂല, ചെയ്യാൻ പറ്റൂല. അതായത് ഓരോന്നിനും അതിൻ്റേതായ പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപം നൽകിയിട്ടുണ്ട്. വേറൊരു ബുദ്ധിക്കും അതിനേക്കാൾ നന്നായിട്ട് അതിൻ്റെ കോലം കൊടുക്കാൻ സാധിക്കില്ല. വഹദാഹാലി മസാലിഹിഹ, അതിന് ഉപകാരമുള്ള എന്തൊക്കെ കാര്യങ്ങൾ അത് അല്ലാഹു അതിലേക്ക് വഴി കാണിച്ചിട്ടുണ്ട്. ഹുവ റബ്ബു അലൽ ഹഖീഖ, അവനാണ് യഥാർത്ഥ രൂപത്തിലുള്ള റബ്ബ്, അഥവാ ഇങ്ങനെ സൃഷ്ടിച്ച് ഓരോന്നിനും രൂപം നൽകി അതിൻ്റെ കൃത്യമായ ഓർഡറിൽ വഴി കാണിച്ചിട്ടുള്ളവൻ. ഫഇൻകാറുഹു ഇൻകാറുൻ ലിഅഅദമിൽ അഷ്യാഇ വുജൂദൻ, ഈ റബ്ബിനെ നിഷേധിക്കുന്നവൻ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യത്തിനെ നിഷേധിക്കുന്നവനാണ്. വഹുവ മുകാബറത്തുൻ വ മുജാഹറത്തുൻ ബിൽ കദിബ്, അത് അഹങ്കാരം കൊണ്ടും കളവിനെ വിളിച്ചു പറയുന്നത് കൊണ്ടുമാണ്, കളവ് പ്രകടമായി കാണിക്കുന്നത് കൊണ്ടാണ്. ഫല്ലാഹു അഅതൽ ഖൽഖ കുല്ല ഷൈഇൻ യഹ്താജൂന ഇലൈഹി ഫിദ്ദുനിയ, അല്ലാഹു തആല ഒരു സൃഷ്ടിക്ക് ഈ ഭൂമിയിൽ അതിനെന്തെല്ലാം കാര്യങ്ങളാണോ ആവശ്യമായിട്ടുള്ളത് അതെല്ലാം നൽകിയിട്ടുണ്ട്. അഥവാ രൂപത്തിൽ ഒരാൾക്ക് ഇപ്പം മനുഷ്യൻ എന്നുള്ള ഈ കോലം അവനെ സംബന്ധിച്ചിടത്തോളം ഈ രൂപമായിരിക്കണം. മനുഷ്യൻ്റെ ജീവിതത്തിന് ഇതിനേക്കാൾ വേറെ രൂപം എന്തല്ല, യോജിച്ചതല്ല. ഇതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ ഹസനത്ത് വ സയ്യിഅ എന്ന പേരിലൊരു കിതാബുണ്ട്. ഇതേപോലെയല്ല ധാരാളം മസായിലുകൾ ചർച്ച ചെയ്യുന്ന വളരെ ഒരു വലിയ ലെവലിൽ വായിക്കേണ്ട കിതാബാണ്. അതിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങൾക്കും മറുപടി കൊടുക്കുന്നുണ്ട്. നിരീശ്വരവാദികളുടെ പല വാദങ്ങൾക്കൊക്കെ മറുപടി. ഇപ്പോൾ അല്ലാഹു തആല ചില ആളുകളെ വൈകല്യത്തോടു കൂടി സൃഷ്ടിക്കുന്നു, ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾക്ക് മറുപടി ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയും. ഇബ്നു തൈമിയ്യ ഒരു മന്തിഖ് അറിയുന്ന ആളാണ്, വളരെ ചിന്തകനാണ്, വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെ സമർത്ഥിക്കാൻ കഴിവുള്ള ആളുമാണ്. അപ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിനൊക്കെ മറുപടി പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്കും. അതിൻ്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഇപ്പോൾ വൈകല്യമുള്ളവനായിട്ട് ജനിച്ചു, ഒരാൾ വൈകല്യമുള്ളവനായിട്ട് ജനിച്ചു വിചാരിക്കുക. നമുക്കെന്തുകൊണ്ടാണ് അയാൾ വൈകല്യമുള്ളവനായിട്ട് തോന്നുന്നത്? നമ്മളെല്ലാവരും ഉള്ള രൂപത്തിൽ നിന്ന് അല്ലാത്ത രൂപത്തിലായതുകൊണ്ട്. നമ്മളെല്ലാവരും ആ വൈകല്യമുള്ളവൻ്റെ രൂപത്തിലും അയാൾ നോർമലായിട്ടുള്ള ഒരാളുടെ രൂപത്തിലാണെങ്കിൽ ആർക്കാ വൈകല്യം ഉണ്ടാവുക? അയാൾക്കായിരിക്കും. നമ്മളെല്ലാവരും ഒരേപോലെ ആയിരിക്കും. അതുപോലെ തന്നെ ഇനി ഒരാൾ കുള്ളനായി ജനിച്ചു, ആ രീതിയിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു, അവന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല രൂപമാണത്. അതെപ്പോഴാണ് മനസ്സിലാവുക? പരലോകത്തെത്തിയാലാണ്. അവൻ്റെ ദീനിന്, അവൻ്റെ പരലോകത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള, ദുനിയാവിലും ഖൈറായിട്ടുള്ള ഏറ്റവും നല്ല രൂപമാണ് അല്ലാഹു തആല എന്ത് കൊടുത്തിട്ടുണ്ടാവുക, അവന് കൊടുത്തിട്ടുണ്ടാവുക. അത് മനസ്സിലാവുക പരലോകത്തെത്തിയാലാണ്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം വെളിവാകുന്നത് പരലോകത്താണ്. അപ്പോൾ ഏതൊരാൾക്കും പ്രകൃതി അള്ളാഹു നൽകിയിട്ടുള്ളത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് അവിടെ പറഞ്ഞത്, ഒരാൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവനെന്താണോ ഈ ലോകത്ത് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ അവനെന്താണോ ചെയ്യാനുള്ളത്, അതിനനുസരിച്ച് അള്ളാഹു കൊടുത്തിട്ടുണ്ടാവും. ثم هداهم إلى طريق الانتفاع به, പിന്നെ അതിലൂടെ എന്ത് ഉപകാരമാണോ നേടാൻ പറ്റുക ആ വഴി അള്ളാഹു അതിന് പ്രകൃതിയെ കാണിച്ചു കൊടുക്കും, എല്ലാ സൃഷ്ടിക്കും. വലാ ശക്ക അന്നഹു അഅതാ കുല്ല സിൻഫിൻ ശക്ലഹു വസൂറതഹു അൽ മുനാസിബത ലഹു, ഏതൊരു സൃഷ്ടിക്കും അതിൻ്റെ രൂപമാവട്ടെ കോലമാവട്ടെ അതിൻ്റെ എല്ലാ കാര്യവും അവന് യോജിച്ച രീതിയിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ടാകും. വഅതാ കുല്ല ദക്കരിൻ വഉൻസ അശ്ശക്ല അൽ മുനാസിബ ലഹു മിൻ ജിൻസിഹി, ആണാവട്ടെ പെണ്ണാവട്ടെ അതിന് അവർക്ക് യോഗ്യമായിട്ടുള്ള രൂപത്തിലാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഫിൽ മുനാക്കഹത്തി വൽ ഉൽഫത്തി വൽ ഇജ്തിമാ, അതുപോലെ തന്നെ ആ ആണും പെണ്ണും ഏത് ജീവിയിലെടുത്താലും ആണും പെണ്ണിനും ഒരു കോലം കൊടുത്തിട്ടുള്ളത് അവരുടെ ശാരീരിക ബന്ധത്തിനും പരസ്പരമുള്ള സ്നേഹത്തിനും അവരൊരുമിച്ച് ജീവിക്കാനായി അതിനാവശ്യമായ രീതിയിലാണ് ആണിനെ സൃഷ്ടിച്ചിട്ടുള്ളത്, പെണ്ണിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി ഓരോ സൃഷ്ടി വിഭാഗങ്ങൾ മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ ഓരോ ഉദ്വ് അഥവാ ഓരോ അവയവങ്ങളും അതുകൊണ്ട് എന്ത് ചെയ്യണമോ അതിനനുസരിച്ച രൂപത്തിലാണ് കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പം കാലിൻ്റെ വിരലുകൾ നമ്മൾ നോക്കി അതുപോലെയാണോ കയ്യിൻ്റെ വിരലുകൾ? അല്ല. കാലിൻ്റെ വിരലുകൊണ്ട് കാല് പോലെയല്ല കൈ. അപ്പോൾ കാലുകൊണ്ടുള്ള പണി എന്താണോ അതിനനുസരിച്ച് കൈ കൊണ്ടുള്ള പണി എന്താണോ അതിനനുസരിച്ച് കൈ. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയും, കയ്യിന് കാലിൻ്റെ രൂപവും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ളെങ്കിൽ എന്താവൂല, അതുകൊണ്ടുള്ള ഉപകാരം അവിടെ നടക്കൂല. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ആ അവയവത്തിൻ്റെ രൂപത്തിലും അത് അല്ലാഹു തആല അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. വഫി ഹാദാ ബറാഹീനു ഖാതിഅത്തുൻ അലാ അന്നഹു ജല്ല വഅലാ റബ്ബു കുല്ലി ഷൈഇൻ, ഇങ്ങനെ സൃഷ്ടികളുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ വ്യക്തമായ തെളിവാണ്, ഖണ്ഡിതമായ തെളിവാണ്. അന്നഹു
റബ്ബു കുല്ലി ഷൈഇൻ, അള്ളാഹു എല്ലാത്തിൻ്റെയും റബ്ബാണ് എന്നുള്ളതിന്. വഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദത്തി ദൂന സിവാഹ്, അവൻ എല്ലാ ഇബാദത്തിനും അർഹനായിട്ടുള്ളവനാണ്, അവനല്ലാതെ ഒരാളും ഇബാദത്തിന് അർഹനല്ല. വഫീ കുല്ലി ഷൈഇൻ ലഹു ആയ, എല്ലാ കാര്യത്തിലും ഒരു ദൃഷ്ടാന്തമുണ്ട്. തദുല്ലു അലാ അന്നഹുൽ വാഹിദ്, അതെന്താ അറിയിക്കുന്നു? അള്ളാഹു ഏകനാണ് എന്നുള്ളതിനെ അറിയിക്കുന്നു. വമിമ്മാ ലാ ശക്ക ഫീഹി അന്നൽ മഖ്സൂദ മിൻ ഇസ്ബാത്തി റുബൂബിയത്തിഹി സുബ്ഹാനഹു, ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്, ഈ റുബൂബിയത്തിനെ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ളത് ലിഖൽഖിഹി വൻഫിറാദിഹി ബിദാലിക്, അത് സൃഷ്ടിച്ചതും അതിൽ സൃഷ്ടിപ്പിലെല്ലാം ഏകനാണ്, സൃഷ്ടിക്കുന്നതിലെല്ലാം ഏകനാണ് എന്നുള്ളത് അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ളത് ഹുവൽ ഇസ്തിദ്ലാലു ബിഹി അലാ വുജൂബി ഇബാദത്തിഹി വഹ്ദഹു ലാ ശരീക ലഹു, അതെന്തിനുള്ള തെളിവാണ്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളതിനുള്ള തെളിവായിക്കൊണ്ടാണ് അള്ളാഹു തആല ഈ റുബൂബിയത്തിനെ സ്ഥാപിച്ചിട്ടുള്ളത്. റുബൂബിയത്തിനെ അള്ളാഹു സ്ഥാപിക്കുന്നത് അവൻ മാത്രമാണ് ഇലാഹ് എന്നറിയിക്കാനാണ്. അല്ലദീ ഹുവ തൗഹീദുൽ ഉലൂഹിയ, അതാണ് തൗഹീദുൽ ഉലൂഹിയ. ഫലൗ അന്നൽ ഇൻസാന അഖറ ബി തൗഹീദുർ റുബൂബിയ, ഇനി ഒരു മനുഷ്യൻ അവൻ റുബൂബിയത്തിലുള്ള തൗഹീദ് അംഗീകരിച്ചു എന്ന് വിചാരിക്കുക. വലം യുഖിറ ബി തൗഹീദിൽ ഉലൂഹിയ, അവൻ ഉലൂഹിയത്തിന്റെ തൗഹീദ് അംഗീകരിച്ചില്ല എന്ന് വെക്കുക. റുബൂബിയത്ത് അംഗീകരിച്ചു, ഉലൂഹിയത്ത് അംഗീകരിച്ചില്ല. ഔലം യഖും ബിഹി അലൽ വജ്ഹി സഹീഹ്, അതല്ല ഇനി ശരിയായ രീതിയിൽ ഉലൂഹിയത്ത് അവൻ ജീവിതത്തിൽ കൊണ്ടു നടന്നില്ല, അവൻ അതിനെ ശരിയായ വണ്ണം ചെയ്തില്ല എങ്കിൽ ലം യകുൻ മുസ്ലിമൻ, അവൻ എന്താകില്ല? മുസ്ലിം ആവില്ല. ഒരാൾ റുബൂബിയത്ത് അംഗീകരിച്ചിട്ട് ഉലൂഹിയത്ത് അംഗീകരിക്കാതിരുന്നാൽ, അതല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ ചെയ്തിട്ടില്ല എങ്കിൽ അവൻ മുസ്ലിം ആകില്ല. വലാ മുവഹിദൻ, മുവഹിദുമാകില്ല. ബൽ യകൂനു കാഫിറൻ ജാഹിദൻ, അവൻ ധിക്കാരിയായിട്ടുള്ള ഒരു കാഫിറായിട്ടാണ് തീരുക, നിഷേധിയും ധിക്കാരിയുമായിട്ടാണ് തീരുക. വഹാദാ മാ സനതഹദ്ദസു അൻഹു ഫിൽ ഫസ്ലി താലി ഇൻഷാ അല്ലാഹു തആല, ഇതിനെ സംബന്ധിച്ചിട്ടാണ്, അഥവാ റുബൂബിയത്തിൻ്റെ തൗഹീദിന് ശേഷം ഉലൂഹിയത്തിൻ്റെ തൗഹീദിലേക്ക് എന്താണ് റുബൂബിയത്തിൻ്റെ ബന്ധം എന്നുള്ളതാണ് അടുത്ത ഫസ്ലിൽ നാം വിശദീകരിക്കുന്നത്, നാം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഈ ഒരു ഫസ്ല് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഷെയ്ഖിൻ്റെ ആ രീതി റുബൂബിയത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിശാലമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അത് ഉലൂഹിയത്തുമായിട്ടുള്ള ബന്ധമാണ് പറയുന്നത്. അടുത്തത് ആ ബന്ധം പറയുന്നു, അതിനുശേഷം ഉലൂഹിയത്തിൻ്റെ ഭാവിയിലേക്ക് കടക്കുന്നു, പിന്നെ ഉലൂഹിയത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾ വിശാലമായി ചർച്ച ചെയ്യുന്നു, അതിനെ തകർക്കുന്ന കാര്യങ്ങളും അതിനെ തുടർന്ന് വരുന്നു. അതാണ് ഈ കിതാബിൻ്റെ ഒരു രീതി. ഇൻഷാ അല്ലാഹ് അടുത്ത ഫസ്ലിൽ അടുത്ത ദർസിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.